എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ റോബിനാണെങ്കിൽ ഇപ്പൊ അക്കൂബയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവള് അക്കൂബയോട് തീർത്ത് പറയും, ഇപ്പൊ എനിക്ക് നിന്നോട് ഫൈറ്റ് ചെയ്യാൻ ടൈമില്ല, എനിക്ക് എത്രയും വേഗം റബേക്കയുടെ അടുത്തേക്ക് പോകണം. റബേക്കയെ അവളെ രക്ഷിക്കുക, അവളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ എന്റെ ഏക ചിന്ത എന്ന് പറഞ്ഞ് അവൾ വീണ്ടും മുകളിലേക്ക് ഓടുകയാണ്. പച്ചത്തലയനാണെങ്കിൽ ഇപ്പൊ ഹക്കൂബയും റോബിനെയും നോക്കും. അതേസമയം നമ്മുടെ ചുന്ദരം പൈലറ്റ് ഹക്കൂബയെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഹക്കൂബ ദയവ് ചെയ്ത് നീ ഇപ്പൊ പുറത്തേക്ക് വരരുത്, ഇവരാരും നമ്മുടെ ശത്രു അല്ല എന്ന് പറഞ്ഞ് അവനിപ്പോ ഹക്കൂബയെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരും. സുന്ദരം പൈലറ്റ് ആണെങ്കിൽ ഇപ്പൊ റോബിനോട് സോറി പറയും. ഐ എം സോറി, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഹക്കൂബ. അവൻ എന്റെ കൺട്രോളിനെ ബ്രേക്ക് ചെയ്താണ് പുറത്തേക്ക് വന്നത്. ഞാൻ ഇപ്പൊ അവനെ കൺട്രോൾ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്താ നടക്കുക എന്ന് പറയാനായിട്ട് കഴിയില്ല. റോബിനാണെങ്കിൽ വലിയൊരു ഷോക്കിലാണ്. ഓ മൈ ഗോഡ്, അപ്പൊ നിന്റെ ബോഡിയിലാണ് ആ ഹക്കൂബയുള്ളതല്ലേ? ഹക്കൂബയെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അവനൊരു ടെററായിട്ടുള്ള അല്പം പോലും ദയയില്ലാത്ത ഒരാളാണ്. അവനെ നീ നിന്റെ ബോഡിയിൽ കൊണ്ടു നടക്കുന്നത് ഒട്ടും ശരിയല്ല. അവനങ്ങനെ പറയുന്ന കറക്റ്റ് സമയം ഇപ്പൊ ഹക്കൂബ അത് വീണ്ടും പുറത്തേക്ക് വന്ന് റോബിനെ വെല്ലുവിളിക്കും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വെല്ലുവിളിക്കും, ഞാൻ ഹക്കൂബയാണ്, തീർച്ചയായിട്ടും നിന്നെ ഞാൻ വെട്ടിയെറിയും. ഉടനെ വീണ്ടും ചുന്ദരം പൈലറ്റ് ഹക്കൂബയെ തടയാണ്. അടുത്ത നിമിഷം ഹക്കൂബ അത് ചുന്ദരം പൈലറ്റിനെ പ്രിവെന്റ് ചെയ്ത് ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും, ഇവളെ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ കൊല്ലും, നീയല്ല ആരെന്നെ തടഞ്ഞാലും അവരെ എല്ലാവരെയും ഞാൻ തകർത്തില്ലാതാക്കും. ചുന്ദരം പൈലറ്റും ഹക്കൂബയും അവർ രണ്ടുപേരും ഇപ്പൊ മാറി മാറി ആ ബോഡിയിൽ വന്നോണ്ടേ ഇരിക്കുകയാണ്. റോബിനാണെങ്കിൽ അന്യനിലെ വിക്രത്തിനെ ഓർമ്മ വരും. അതേസമയം ഇവിടെ പച്ചത്തലയനാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഓ മൈ ഗോഡ്, റോബിൻ സെൻപായി അവര് വലിയ അപകടത്തിലാണ്. എത്രയും വേഗം എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് മുകളിലേക്ക് നോക്കുമ്പോഴായിരിക്കും ചുന്ദരം പൈലറ്റിന്റെ മുഖം അത് പകുതി ഹക്കൂബയുടേതായി മാറുക. ചുന്ദരം പൈലറ്റ് ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ നോർമലായി മാറും. അവൻ റോബിനോട് പറയും, ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഓൾറെഡി അവനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് എത്രയും വേഗം മുകളിലേക്ക് റബേക്കയുടെ അടുത്ത് പോവാം. പക്ഷെ റോബിനാണെങ്കിൽ ഇപ്പോഴും ആ ഒരു ഞെട്ടിൽ നിന്ന് മാറിയിട്ടില്ല. അവളുടെ മനസ്സിൽ പേടിയുണ്ട്. അവൾ അവനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹക്കൂബ വീണ്ടും അവളുടെ പിന്നാലെ വന്ന് അവൾ അറ്റാക്ക് ചെയ്യുമെന്നുള്ള സംശയം അത് അവളുടെ മനസ്സിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പാ വില്ലൻ അവൻ അവിടേക്ക് വന്ന് ഇപ്പൊ റോബിൻ നിൽക്കുന്ന ചുമര് അതങ്ങനെ വീർപ്പിച്ച് കൊണ്ടുവരും. ആ ഒരു മലയാണെങ്കിൽ സെക്കൻഡ് വെച്ച് വീർത്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയും അത് വീർത്ത് വന്ന അടുത്ത നിമിഷം തന്നെ ആ മല അത് മുഴുവനായിട്ടും പൊട്ടിത്തെറിച്ച് റോബിനും ചുന്ദരം പൈലറ്റും അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വലിയ രീതിയിൽ പരിക്ക് പറ്റി അവർ 1-2 കിലോമീറ്റർ തെറിച്ചു പോയി വീഴും. അവന് മുൻപിൽ ഇപ്പൊ വേറെ വഴിയില്ല. കയറിയതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങാതെ അവൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ഇവിടെ ആ വില്ലനാണെങ്കിൽ മലയുടെ മുകളിൽ കൈവച്ച് വീണ്ടും ശക്തിയായിട്ട് അതങ്ങനെ വീർപ്പിച്ച് കൊണ്ടുവരും. പച്ചത്തലയെ നിലവിളിച്ച് പറയും, റോബിൻ സെൻപായി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, തീർച്ചയായിട്ടും അവനെ തടയാൻ എന്നെ കൊണ്ടാവുമെന്ന് പറഞ്ഞ് അവനിപ്പോ ഉഷാറായിട്ട് ആ വില്ലനെ നേരെ ചാടി ഓടും. പച്ചത്തലേനെ കാണേണ്ട താമസം ആ വില്ലനാണെങ്കിൽ അവന്റെ മുടി സൂചി പോലെ ആക്കി പച്ചത്തലേനെ നേരെ അച്ചരം പൊച്ചറം അയക്കും. പച്ചത്തലയും പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല, ഉറപ്പായാലും എന്നെ ഞാൻ തടയുമെന്ന് പറഞ്ഞ് അവന്റെ ക്ലോസ് എത്തും. അപ്പോഴേക്കും ആ വില്ലൻ അവന്റെ ബോഡിയും ഇപ്പൊ വലിയ രീതിയിൽ വീർപ്പിക്കുകയാണ്. അവന്റെ ബോഡി വീർപ്പിക്കും, അതുപോലെ തന്നെ ആ ഒരു മല അതും വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല തലയിലെ മുടി അത് സൂചി പോലെ ആക്കി അറ്റാക്കും ചെയ്യാണ്. പച്ചത്തലയനാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരും. കാരണം ഈ വില്ലൻ പൊട്ടിത്തെറിച്ച അത് വലിയ അപകടമാണ്. അതുപോലെ തന്നെ ആ മല അത് പൊട്ടിത്തെറിച്ചാലും റോബിനെ വലിയ രീതിയിൽ അത് ഇമ്പാക്ട് ചെയ്യും. സോ എനിക്കിപ്പോ എന്താ ചെയ്യാൻ കഴിയാൻ ചിന്തിച്ച് അവൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അതേസമയം ഇവിടെ ചുന്ദരം പൈലറ്റ് അവൻ റോബിനോട് തീർത്ത് പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്നെ ഇവിടെ ഉപേക്ഷിച്ച് ഒന്നുകിൽ നീ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ എത്രയും വേഗം ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ നിന്റെ ജീവന് ആപത്ത് സംഭവിക്കും. പച്ചത്തലയനാണെങ്കിൽ ചുന്ദരം പൈലറ്റിനോട് നിലവിളിച്ച് പറയും, പ്ലീസ് എങ്ങനെയെങ്കിലും റോബിനെ പ്രൊട്ടക്ട് ചെയ്യ്. അടുത്ത നിമിഷം ചുന്ദരം പൈലറ്റ് അവൻ അങ്ങനെ ടേൺ ചെയ്ത് ഹക്കൂബയായി മാറുകയാണ്. പച്ചത്തലേന് മുൻപിൽ ഇപ്പൊ വേറൊരു വഴിയില്ല. അവൻ ഒരേ ഒരു ബാരിയർ മാത്രമേ അറ്റ് എ ടൈമിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ആൾക്കാർ എങ്ങനെയെങ്കിലും ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്ത് ഈ വില്ലനെ അവനെ ഞാൻ തടയുമെന്ന് പറഞ്ഞ് പച്ചത്തലേനെ ഓടിയെടുക്കും. അവൻ സെക്കൻഡുകൾ കൊണ്ട് വലിയൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്ത് ആ വില്ലനെ അതിൽ ലോക്ക് ചെയ്യും. അതിനുശേഷം വില്ലന്റെ ബോഡിയിൽ കത്തി കുത്തി ഇറക്കും. വില്ലനാണെങ്കിൽ ഞൊട്ടിയിടയിൽ ബ്ലാസ്റ്റ് ആവും. ആ ബ്ലാസ്റ്റ് ആ ഒരു ബാരിയറിനുള്ളിൽ അങ്ങനെ സ്റ്റക്ക് ആവുകയാണ്. പക്ഷെ എന്താ ആ ഒരു ബ്ലാസ്റ്റിൽ നമ്മുടെ പച്ചത്തലയൻ അവനാണെങ്കിൽ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി അങ്ങനെ അടിച്ചു വീഴുകയാണ്. ഇങ്ങനെ അവന്റെ ബോഡി തന്നെ ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ബ്ലാസ്റ്റ് ചെയ്താൽ അവന് യാതൊരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ പച്ചത്തലയനാണെങ്കിൽ ആ സ്ക്വാഡ് ഉപയോഗിച്ച് അവന്റെ ഷോൾഡറിൽ ആഞ്ഞു വെട്ടി. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവന്റെ ഷോൾഡറിൽ ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയിരിക്കുകയാണ്. അവൻ പച്ചത്തലയന് നേരെ ഇപ്പൊ അങ്ങനെ നടന്നടുക്കും. പച്ചത്തലയനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല.
പച്ചത്തലേൻ അൺകോൺഷ്യസ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം അവൻ ക്രിയേറ്റ് ചെയ്ത ആ ബാരിയർ അതവിടെ ഇല്ലാതാവും. അങ്ങനെ സംഭവിച്ച അത് റോബിനെ വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. സോ ഒരു കാരണവശാലും ഞാൻ കോൺഷ്യസ് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ആണെങ്കിൽ ആ വില്ലനെ നേരിടാനായിട്ട് തയ്യാറാവും. വില്ലനാണെങ്കിൽ ഇപ്പൊ ആ വീർത്ത് വരുന്ന മല പച്ചത്തലേന് കാണിച്ചു കൊടുക്കും. നീ ആ മല കണ്ടോ, അടുത്ത നിമിഷം പൊട്ടിത്തെറിച്ച് നിന്റെ ഫ്രണ്ട്സ് എല്ലാവരും മരിക്കും. ഇവിടെ പച്ചത്തലേനാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. കാരണം അവൻ ആ ബാരിയർ ക്രിയേറ്റ് ചെയ്ത് പുറത്തേക്ക് പോവായിരുന്നെങ്കിൽ അവന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു. മാത്രമല്ല അവനെ കൊണ്ട് റോബിനെ പ്രൊട്ടക്ട് ചെയ്യാനും കഴിയും. അതേസമയം ഇവിടെ ചുന്ദരം പൈരട്ടിന്റെ പകുതി ഭാഗം ആ ഹക്കൂബ അവൻ കൺട്രോളിൽ എടുത്തു കഴിഞ്ഞു. ചുന്ദരം പൈരട്ട് പറയും, റോബിൻ ആ പറയുന്നത് കേൾക്ക്, ഇപ്പോഴെങ്കിലും നീ എന്നെ വെറുതെ വിട്. ഹക്കൂബയുടെ പവർ അത് അൺബീറ്റബിൾ ആണ്. അതുപയോഗിച്ച് എനിക്ക് നിന്നെ ഈസി ആയിട്ട് ആ ഫ്ലവർ ഫീൽഡിലേക്ക് എത്തിക്കാൻ കഴിയും. ഇവനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൾ അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അതിനെ ചുന്ദരം പൈരട്ട് അവളുടെ കാലിൽ വീണ് കെഞ്ചും, റോബിൻ പ്ലീസ്, ഈ സമയത്തെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്, എന്നെ വിശ്വസിക്ക്, നിനക്കൊന്നും സംഭവിക്കില്ല. അവൻ ആ വലിയ വാള് അതങ്ങനെ വലുതാക്കി കൊണ്ടുവരികയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അത് പൊട്ടിത്തെറിക്കാം. അതിനു മുൻപ് നമുക്ക് രക്ഷപ്പെടണം. അടുത്ത നിമിഷം ആ ഒരു മല അതങ്ങനെ പൊട്ടിത്തെറിക്കാണ്. അത് കണ്ട് പച്ചത്തലേൻ നിലവിളിക്കും. ആ ഒരു വാള് അത് മുഴുവനായിട്ടും തകർന്ന് അവിടെ വലിയൊരു ദ്വാരം അതങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരികയാണ്. വില്ലനാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ മുകളിലേക്ക് നോക്കും. അപ്പോഴായിരിക്കും റോക്കറ്റ് പോലെ എന്തോ ഒന്ന് മുകളിലേക്ക് പറന്നു പോകുന്നത് കാണുക. അത് മറ്റാരുമല്ല, നമ്മുടെ ചുന്ദരം പൈരട്ട്. അവനാണെങ്കിൽ അവന്റെ ഹക്കൂബയുടെ പവർ ഉപയോഗിച്ച് റോബിനെ അങ്ങനെ മുകളിലേക്ക് തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ്. അവൻ സേഫ് ആയിട്ട് ഇപ്പൊ റോബിനെ ആ ഫ്ലവർ ഫീൽഡ് ഇറക്കി വിടും. അതിനുശേഷം ഇതുപോലെ അവൻ വീണ്ടും കിടന്നുറങ്ങാനായിട്ട് തുടങ്ങും. റോബിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ചുന്ദരം പൈരട്ട് അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ആ ഹക്കൂബയെ കൺട്രോൾ ചെയ്ത് റോബിനെ സഹായിച്ചത്. ഇവിടെ ആ വില്ലനാണെങ്കിൽ അത് കണ്ട് ചത്താ മതിയെന്നാവും. അതേസമയം പച്ചത്തലേനാണെങ്കിൽ ഭയങ്കര കുറ്റബോധം. ഇവിടെ ഇരുന്നിട്ടും ഞാനിവിടെ ഉണ്ടായിട്ടും എന്നെ കൊണ്ട് റോബിനെ സേവ് ചെയ്യാനായില്ല. റോബിനെ സേവ് ചെയ്തത് ദാ ചുന്ദരം പൈരട്ടാണെന്ന് പറഞ്ഞ് ഒരുപാട് വിഷമത്തില് അവനിപ്പോ ആദ്യമായിട്ട് ലൂഫിയെ കണ്ട കാര്യം അത് ആലോചിക്കും. എന്റെ ഈ ഒരു നിസ്സഹായ അവസ്ഥ അത് ലൂഫി സെൻപായി അദ്ദേഹം കണ്ട തീർച്ചയായിട്ടും എന്നെ പുച്ഛിക്കും. സത്യത്തിൽ ഞാനൊരു യൂസ്ലെസ് ആണെന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് വിഷമത്തിലിരിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ പച്ചത്തലയൻ ഇത്രയും കാലം ഫോളോ ചെയ്തു വന്നത് സ്ട്രോ ഹാറ്റ് ലൂഫിയാണ്. ലൂഫിയുടെ പഞ്ചിങ് സ്റ്റൈലും അറ്റാക്കിംഗ് സ്റ്റൈലൊക്കെ അവൻ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവൻ പ്രാക്ടീസും ട്രെയിനിങ്ങും ഒക്കെ എടുത്ത് പഞ്ച് ചെയ്യാൻ പഠിച്ചു. അതുമാത്രമല്ല നമ്മുടെ പച്ചത്തലേനെ ഞെട്ടിച്ചത് ലൂഫിയുടെ പാലസിലെ ഫൈറ്റ് ആയിരുന്നു. അത്രയും വലിയ താടിക്കാരൻ അപ്പാപ്പനെ ആളെ വരെ ഇടിച്ച് സൂപ്പാക്കിയത് കണ്ട് നമ്മുടെ പച്ചത്തലേൻ വണ്ടറടിച്ച് നിന്നിരുന്നു. മാത്രമല്ല എല്ലാവരും ഇടിച്ചതിന് ശേഷം ഇപ്പോഴായി വളരെ ഹാപ്പി ആയിട്ട് കൈയൊക്കെ ഉയർത്തി അവന്റെ 32 പല്ലും കാണിച്ച് ചിരിച്ചത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ഓർക്കും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. പച്ചത്തലേനാണെങ്കിൽ ഫുൾ കലിപ്പിൽ നിൽക്കുകയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മാസ്റ്റർ ലൂഫിയുടെ ടീമിലുള്ള റോബിന് നേരെ നീ നിന്റെ പവർ ഉപയോഗിക്കും. എനിക്ക് വലിയ പവറൊന്നുമില്ല, പക്ഷേ എന്റെ മാസ്റ്ററിന് വേണ്ടി നിന്നെ ഞാൻ ഇല്ലാതാക്കൂന്ന് പറഞ്ഞ് അവന്റെ പവർ ഇപ്പൊ അവൻ കയ്യിലേക്ക് കൊണ്ടുവരും. അവൻ ലൂഫിയുടെ ആക്ഷൻ കടം വാങ്ങി അങ്ങനെ ചാടി വന്ന് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയിൽ വില്ലൻ പൂർണ്ണമായിട്ട് തകർന്ന് താഴെ വീഴാണ്. പച്ചത്തലയും പറയും, മാസ്റ്റർ ലൂഫി നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ചെയ്തു. അതേസമയം നമ്മുടെ ചുന്ദരം പൈരട്ട് അവനാണെങ്കിൽ ഒന്നും അറിയാതെ ആ ഫ്ലവർ ഫീൽഡിൽ കൂർക്ക വലിച്ച് ഉറങ്ങുകയാണ്. മറ്റൊരു ഭാഗത്ത് ഡേമന്റെ അവനാണെങ്കിൽ വീണ്ടും ആ ഫ്ലവർ ഫീൽഡ് അങ്ങനെ ഇളക്കി മറിക്കുകയാണ്. ഒരു കാരണവശാലും ഐറോസ് നിന്നെയും നിന്റെ മകളെയും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും പേപ്പർ പോലെ അവന്റെ സ്ക്വാഡ് നീട്ടും. അടുത്ത നിമിഷം ഞൊട്ടിയിടയിൽ ഇപ്പൊ ആ കത്തിയിൽ മുഴുവൻ റോബിന്റെ കൈകള് അത് മുളച്ചു വരും. റോബിനാണെങ്കിൽ ഇപ്പൊ റബേക്കയെ നോക്കി ചിരിക്കും. നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എത്തിക്കഴിഞ്ഞു, ഇനി നീ സേഫ് ആയിരിക്കും എന്നവള് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.